CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യോഗം വിലയിരുത്തും. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റ് വിശദാംശങ്ങൾ കൂടി. അരുൺ, 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കുന്നത്. CPI ദേശീയ ആസ്ഥാനമായ AKG ഭവന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നേതാക്കൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രാഥമിക വിലയിരുത്തലാണ് ഇന്ന് പ്രധാനമായും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാവുക. ഇക്കാര്യത്തിൽ ഒരു വിശദമായ വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ കടക്കില്ല. കാരണം സംസ്ഥാനങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. അഴിമതിക്കെതിരായ വലിയൊരു പോരാട്ടം പാർട്ടി അവിടെ കഴിഞ്ഞ 5 വർഷം നടത്തി. അതിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ വിജയം എന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ അതേസമയം പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം സംസ്ഥാനങ്ങളിലാകട്ടെ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും ഈ പോളിറ്റ് ബ്യൂറോ യോഗം പ്രാഥമികമായി വിലയിരുത്തും. പുതുച്ചേരിയിൽ ഒരു മണ്ഡലത്തിലെങ്കിലും പാർട്ടി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ വിജയിക്കുകയും ചെയ്തു. അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമായി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ വിലയിരുത്തലിന് വിധേയമാകും. കേന്ദ്രത്തിൽ 2 വർഷം പൂർത്തിയാക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ. ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ടുന്നുള്ള പ്രതിഷേധ പരിപാടികൾ നേരത്തെ തന്നെ പാർട്ടി ആഹ്വാനം ചെയ്യുകയും അതിന് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ പല സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചു വരുന്നു. ഇത് നേരിടാൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. പാർലമെൻറ്റിൽ ഇത് തുറന്ന് പലപ്പോഴും പാർട്ടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പിന്തുണയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും ചെയ്തു. ഇതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്യും. ഇന്നും നാളെയുമായി 2 ദിവസമാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുക. അരുൺ. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ ഫലപ്രദമായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് നിങ്ങളുടെ വീടായി കരുതൂ, പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പുതിയ സർക്കാർ ശ്രമിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം, അത് കേരളത്തിന് നല്ല പിന്തുണ പ്രധാനമന്ത്രി നൽകുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടൊരു വാചകമായിട്ട് തന്നെയാണ് കാണുന്നത്. കൺസിഡർ ദിസ് ആസ് യുവർ ഹോം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ടാകും എന്ന തെളിവായിട്ട് തന്നെയാണ് എടുക്കാവുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ദില്ലിയിലെത്തിയ പിണറായി വിജയന് തിരക്കിട്ട ഔദ്യോഗിക സന്ദർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, രാഷ്ട്രപതി പ്രണബ് മുഖർജി തുടങ്ങിയവരെ പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും മോദി വാഗ്ദാനം ചെയ്തു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സംസ്ഥാനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട മോദി റബ്ബർ കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെടാമെന്നറിയിച്ചു. ആയുർവേദം, മത്സ്യബന്ധനം മേഖലകളിലെ പ്രശ്നങ്ങളും ചർച്ചാ വിഷയമായി. റെയിൽ, റബ്ബർ, ആദിവാസി മേഖലകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രിയെ കണ്ടു. സംസ്ഥാനത്ത് പുതിയ IR ബറ്റാലിയൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ BJP CPIM സംഘർഷത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് രാജ്നാഥ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം. മുല്ലപ്പെരിയാർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും. ഡാം സുരക്ഷിതമെന്ന സുപ്രീം കോടതി വിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ ആലോചിക്കും. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ടല്ല അതാണ് എൻ്റെ പോയിന്റ്. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ട് ഉയർത്തുകയല്ല വേണ്ടത്. ഇത് നമുക്ക് പരിഹാരം കാണുകയാണ് വേണ്ടത്. ആ പരിഹാരം കാണുന്നതിന് തൊട്ടടുത്ത സംസ്ഥാനമെന്ന നിലക്ക് തമിഴ്നാടുമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇതാണ് എൻ്റെ പോയിന്റ്. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ കൈകടത്തലും ഉണ്ടാകില്ല. ചില നേതാക്കൾക്കെതിരെയുള്ള പരാതി ലഭിച്ചത് അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ എന്നിവിടങ്ങളിലെ പരാജയം യോഗത്തിൽ വലിയ ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യാനാണ് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് യോഗം ചേരുന്നത്. മലപ്പുറത്ത് ലീഗ് ജയിച്ച മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും യോഗം ചർച്ച ചെയ്യും. താനൂർ, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയ കാരണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മണ്ണാർക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഇനി എന്ത് നിലപാട് കൈക്കൊള്ളണമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചേക്കും. സമസ്തയിലെ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചെന്ന വാർത്തയും ഇന്ന് ചർച്ചയാകും. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രകടനത്തെക്കുറിച്ച് ഓരോ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ടും ചർച്ചയ്ക്കെടുക്കും. വൈകിട്ട് 3 മണിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ നിന്നും പിൻവലിക്കണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് വാഹന ഉടമകൾ. ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ വേണ്ടിവന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും വാഹന ഉടമകൾ പറഞ്ഞു. കൊച്ചിയിൽ ചേർന്ന സംയുക്ത യോഗത്തിലാണ് തീരുമാനം. മദ്രസയും നമസ്കാരപ്പള്ളിയും നിർമ്മിക്കാനെന്ന പേരിൽ ചങ്ങനാശ്ശേരിയിൽ അഭിഭാഷകൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. ചങ്ങനാശ്ശേരി ബാറിലെ അഭിഭാഷകൻ സക്കീർ ഹുസൈനെതിരെയാണ് കോട്ടമുറി സ്വദേശികളായ 28 കുടുംബാംഗങ്ങൾ കോട്ടയം ജില്ലാ പോലീസിൽ മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. ചങ്ങനാശ്ശേരിക്ക് സമീപം കോട്ടമുറിയിൽ മദ്രസയും നമസ്കാരപ്പള്ളിയും പണിയാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സാമ്പത്തിക തട്ടിപ്പ്. നിർധനരായ 28 കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവിധയിടങ്ങളിൽ പണപ്പിരിവ് നടത്തിയാണ് ചങ്ങനാശ്ശേരി ബാറിലെ അഭിഭാഷകൻ കൂടിയായ സക്കീർ ഹുസൈൻ തട്ടിപ്പ് നടത്തിയത്. മുസ്ലിം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് സ്ത്രീകളടക്കമുള്ളവരെ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 1.5 കോടി രൂപയോളം പിരിച്ചെടുത്തുവെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആരോപണം. തട്ടിപ്പിനെക്കുറിച്ച് പുറംലോകം അറിഞ്ഞതോടെ ഇയാൾ പണം തിരികെ നൽകാമെന്ന ഉറപ്പ് നൽകി മുങ്ങുകയായിരുന്നു. പരാതി ഉന്നയിച്ചവരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിദേശത്തു നിന്ന് ധാരാളം പൈസ വിദേശത്തു നിന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ ഫോട്ടോ കാണിച്ചും ഇവിടുത്തെ സ്ത്രീകളെല്ലാം വിധവകളാണെന്നും അത് കുട്ടികളെല്ലാം യത്തീമാണെന്നും ഈ വൃദ്ധന്മാരായ ആൾക്കാരെ ഇവന്റെ ട്രസ്റ്റാണ് മുന്നോട്ട് നയിക്കുന്നതൊക്കെ പറഞ്ഞ് ധാരാളം പൈസ വരുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾക്ക് മുമ്പുണ്ടായിരുന്ന പല കേസുകളും ഇയാൾ മുക്കിയിട്ടുണ്ട്. പല സ്റ്റേഷനുകളിലും കേസ് കിടപ്പുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. സക്കീർ ഹുസൈൻ ഇസ്ലാമിക ചാനൽ തുടങ്ങാനെന്ന പേരിൽ ബ്രൌഷർ അച്ചടിച്ചിറക്കി വിദേശത്തുനിന്നടക്കം കോടികൾ തട്ടിയെടുത്തിരുന്നതായും ആരോപണമുണ്ട്. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച സക്കീർ ഹുസൈൻ പണം തിരികെ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.